അതും മിന്നി എൻ്റെ വകയായിട്ടുള്ളൊരു സനതാണ്. അന കാസറ്റ് മാർക്കറ്റുകൾ കിട്ടും, പരിശോധിച്ച് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഫഹാദ സനദും മിന്നി അന അൽ വാദിഉ സഹീഹി ഫി ഖിതാമി. ഇതിൻ്റെ സാക്ഷീകരണം ഞാൻ അതിൻ്റെ അവസാനം ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. ഓ മുഖയ്യിദ് ഇസ്മി ഹുനാ ലി ബയാനിഹി വ ഇഅലാനി. എൻ്റെ പേര് ഞാനിവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദക്തൂർ അഷ്ശൈഖ് അഹ്മദ് ഇലാ മാലിക് ഇബ്നു അജ്ലാൻ. വബിഹി അഷ്ഹദ് അന്നി നഖൽതു ഇലാ അബൂബക്കർ മുസ്ലിയാർ അമാനത വഹിഫ്ള വസിയാനത വഖിദ്മത അസരിൻ അദീമിൻ ലിസയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ. ഞാനിവിടെ അബൂബക്കർ മുസ്ലിയാർക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തിരുശേഷിപ്പ് കൈമാറുകയാണ്. അല്ലത്തി ശറഫനില്ലാഹു ബി ഇന്തിഖാലിഹ ഇലയ്യ. അത് എന്നിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു എനിക്ക് ഔദാര്യം ചെയ്തിട്ടുണ്ട്, എനിക്ക് മഹത്വം നൽകിയിട്ടുണ്ട് എന്നിലേക്ക് എത്തിച്ചേരാൻ. ബി അസാനീദിഹ അസ്സഹീഹ, അതിൻ്റെ ശരിയായ സനദുകളിലൂടെ. മേൽ പറഞ്ഞ സനദല്ല, മേൽ പറഞ്ഞ സനദാണ് ബി സനദിൽ മദ്കൂർ എന്ന് പറയേണ്ടത്. നേരത്തെ കുടുംബ സനദ് പറഞ്ഞു, ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ബിൻതിഖാലിഹ ഇലയ്യ ബി അസാനീദിഹ സഹീഹ അൽ മുതവാതിറ അൽ മുത്തസിലത്തി ഇലൽ ഹദ്റത്തി ത്വാഹിറത്തി നബവിയ്യ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസിഫത്തുഹു, ഈ തിരുശേഷിപ്പ് എന്താണെന്ന് വെച്ചാൽ ഷാറ ഷരീഫ മിൻ ഷാരി റഅസി ഷരീഫ് ബിസിഫാ ദായിമ. നബി തങ്ങളുടെ ശിരസിലുള്ള ഒരു കേശമാണ്. ബി അംരിൻ മിൻ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയനുസരിച്ചാണ് ഞാനിത് അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുക്കുന്നത്. എല്ലാ മോമിനിയങ്ങൾക്കും അതിൻ്റെ ഉപകാരം കിട്ടാൻ വേണ്ടിയാണ്. അതിന് ഇന്ന ആളുകളൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിൽ 5 ആളുകളും മുപ്പരും കുട്ടികളും പേരക്കുട്ടികളൊക്കെയാണ്. പേര് വായിച്ചാൽ അറിയാം. അഷേഖ് മുഹമ്മദ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, റിയാദ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, മൻസൂർ ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, ഫാരിസ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്. വേറെ കൂടെയുള്ള 2 ആൾക്കാർ. ഇതാണ് സനദ്. ഈ സനദ് എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ആട്ടിനെ പട്ടിയാക്കുന്നൊരു ഏർപ്പാടാണ്. സനദ് ആദ്യം വായിക്കുക, കുടുംബ സനദ് വായിക്കുക. എന്നിട്ട് അയാളെന്നെ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയത് സഹീഹായ സനദിലൂടെയാണ്, ഈ സനദിലൂടെ അല്ല. ഈ സനദിലൂടെ അല്ല എന്ന് മനസ്സിലാക്കാൻ ഇയാളെ പാപ്പാക്ക്, അങ്ങേയറ്റത്തുള്ള പാപ്പാക്ക് മുടി കിട്ടിയതായി ഒരു തെളിവുമില്ല. ഒന്ന്. രണ്ടാമത്, ഈ പാപ്പാക്ക് ഈ ആയിരക്കണക്കിന് മുടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ 14 നൂറ്റാണ്ട് കാലം അത് ഒരാൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുക എങ്ങനെ? മക്കൾ ചോദിക്കുമല്ലോ, പാപ്പ നിങ്ങളെടുത്ത് ആയിരക്കണക്കിന് മുടിയില്ല, എനിക്ക് ഒരു മുടി തരണം. അങ്ങനെ 14 നൂറ്റാണ്ടുകളുടെ ഒരു വെച്ചാൽ കഴിയുമല്ലോ. പിന്നെ ഇയാളെടുത്ത് ഈ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈ 5ഓ 6ഓ മുടിക്കെട്ടുണ്ട്. 5ഓ 6ഓ മുടിക്കെട്ട്. മുടിക്കെട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും അറിയാം. പെണ്ണുങ്ങൾ ഉമ്മാരൊക്കെ പറയുമല്ലോ മുടിക്കെട്ട് എന്ന്. വൈക്കോലും കെട്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു കുപ്പി രക്തം എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. അതുപോലെ ഒരു കുപ്പി വെള്ളം എന്ന് പറഞ്ഞാൽ വേറൊരു കണക്കുണ്ട്. എന്നതുപോലെ 5ഓ 6ഓ കെട്ട് മുടികൾ ഫോട്ടോ എടുക്കപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടും. ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ ഒക്കെ ആകട്ടെ ഇവർ ഭീഷണ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അത് ഇതിൻ്റെ കള്ളത്തരത്തിലേക്കുള്ള ഒന്നാമത്തെ ഒരു സൂചനയാണ്. ഭീഷണമായി. ഇന്നലെ ഒരാൾ എനിക്ക് വിളിച്ചു ചോദിച്ചു, ഈ യോഗം നിർത്തിവെച്ച് നമുക്ക് മസ്ലഹത്തായി കൂടെയാണ്. ഈ മസ്ലഹത്ത് എന്ന 2 കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴുള്ള, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ഈ മുടിക്കെട്ടിക്കൊണ്ട് ആദ്യം വെച്ചാൽ ഒരു സംശയമില്ല. അയാൾ പറഞ്ഞു, എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുടിയാകാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കുരുത്തക്കേട് കെട്ടൂലേ. ഞാൻ പറഞ്ഞു, അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് പേടി ഉണ്ടാവും, പക്ഷേ ഇത് 100% നുണയാണ്, കെട്ടി ഉണ്ടാക്കിയതാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനത് നിഷേധിക്കുന്നത്. ഈ വിഷയം വെച്ച് ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥികൾ ചെമ്മാള നഗരത്തിൽ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മഹത്വവയാത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നല്ലതായിരിക്കും. 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് നശിപ്പിക്കപ്പെട്ടു. പോലീസ് പറഞ്ഞു, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വന്ന സമയത്ത് നിങ്ങളത് വലിയൊരു വിവാദം ഉണ്ടാക്കിയാൽ മോശമാണ്, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ പോയിക്കോളി കുട്ടികളെ പറഞ്ഞയച്ചു. അതിൽ പറയുന്നത്, ഫുലാൻ ഇന്ന് തിരുകേശം കൈമാറിയ ഖസ്റജി ആയിരക്കണക്കിന് വ്യാജ കേശങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചു? ഈ കിട്ടിയ ആൾക്കാർ ആയിരക്കണക്കിന് മുടി എന്നാണ് എനിക്കൊരു മുടി കിട്ടിയെന്ന് പറയണില്ല. ആയിരക്കണക്കിന് മുടി അവിടെ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു. ഇനി ഇവിടെ അങ്ങനെയൊക്കെ ബോധ്യമാവും ഇൻഷാ അല്ലാഹ്.
ഖസ്റജ് കൈവശം വെക്കുന്ന തരത്തിന് അരമീറ്ററും 1 മുഴത്തോളവും വലിപ്പമുള്ള നീണ്ട മുടികൾ പ്രവാചകൻ വെച്ചിരുന്നു എന്നതിന് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ സാധിക്കുമോ? നബിക്ക് അങ്ങനെ മുടി ഉണ്ടായെന്ന് തെളിയണമല്ലോ. എങ്കിൽ സ്ത്രീകളെപ്പോലെ മുടി വെക്കാൻ ഫുലാനും അനുയായികളും തയ്യാറാവുമോ? ഇതൊക്കെ ആ ബോർഡിലുണ്ടായിരുന്നതാണ്. അരമീറ്ററിലേറെ നീളമുള്ള ഖസ്റജിയൻ മുടിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു വാങ്ങിയത് കേരള മുസ്ലിങ്ങളുടെ പ്രബുദ്ധതയെക്കുറിച്ച് തികഞ്ഞ അവബോധമുള്ളത് കൊണ്ട് തന്നെയാണോ? 70 സെന്റിമീറ്റർ നീളമുള്ള മുടിയായിട്ട് ഇവിടെ വന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ പറയാൻ പറ്റില്ല അത് നബിൻ്റെ മുടിയാണെന്ന്. അപ്പോൾ അതിനൊരു കഷ്ണം വാങ്ങി എന്നാണ് പറഞ്ഞത്. 10 കൊല്ലം ഞങ്ങൾ പിന്നാലെ നടന്നിട്ട് ഒരു കഷ്ണം മൂപ്പര് മുറിച്ചു തന്നു. മർക്കസ് സമ്മേളനത്തിൽ ഫുലാൻ പറഞ്ഞത് ഹജ്ജത്തുൽ വിദാഇന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിതരണം ചെയ്ത മുടികളാണെന്നും വ്യക്തമായ സനദോടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ഇത് എന്നുമാണ്. 10 വർഷമായി ഞാനും ഫضൽ തങ്ങളും തിരുകേശത്തിന് വേണ്ടി ഖസ്റജിയുടെ പിന്നിൽ നടക്കുന്നു. അവസാനം തിരുമേനിയുടെ സ്വപ്നദർശനം ലഭിച്ച അദ്ദേഹം തിരുകേശത്തിന്റെ ചെറിയ കഷ്ണം മുറിച്ചു തരാൻ തയ്യാറാവുകയായിരുന്നു. എങ്കിൽ 10 വർഷം മുമ്പ് ഖസ്റജി കുടുംബം തിരുകേശം കൈകാര്യം ചെയ്തിരുന്നതിന് തെളികൾ നൽകാൻ സന്നദ്ധമാണോ? അവിടെ 10 കൊല്ലം മുമ്പ് അഥവാ 10 കൊല്ലമല്ല, ഇയാളെ വാപ്പ മരിച്ചിട്ട് 2006 ഇയാളെ വാപ്പ മരിച്ചത്. ആ കാലം വരെ അവിടെ അങ്ങനെ ഒറ്റ മുടി പോലും ഇല്ല എന്നതിന് എല്ലാ കൊല്ലവും അവിടെ നബിദിന സമ്മേളനത്തിനും മൊഹീദ്ദീൻ റാത്തി ഷെയ്ഖിൻ്റെ മൗലൂദിനും പിന്നെ വറാത്തിരാവിൻ്റെ അന്നും 25ാൻ്റെ അന്നൊക്കെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വാപ്പ. ആ കാലത്ത് ധാരാളം മലയാളികൾ അവിടെ പങ്കെടുക്കാറുണ്ട്. കാരണം കേരളീയരുമായി അവരവരുടെ അടുത്ത് ബന്ധമുള്ള ആൾക്കാർ. വാപ്പ 2006 പിതാവ് മരിക്കുന്നത് വരെ അവിടെ അങ്ങനെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി പ്രദർശിപ്പിക്കപ്പെട്ടതായി ചരിത്രമില്ല. ആർക്കും അറിയില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഹജ്ജത്തുൽ വിദായിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിതരണം ചെയ്ത മുടിക്കഷ്ണങ്ങൾ അരമീറ്ററോളം നീളമുണ്ടായിരുന്നോ? അത് തെളിയിക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ മുടിയുടെ കണക്ക് ശമായിൽ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരുകേശത്തിന് തിരപ്പ് കൂട്ടുന്ന ആയിരക്കണക്കിന് സ്വഹാബികൾക്കിടയിൽ ഒരാൾ മാത്രം ആയിരക്കണക്കിന് മുടികൾ എങ്ങനെ കൈവശപ്പെടുത്തി? ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പലർക്കും 1 മുടി കിട്ടി, ചിലർക്കൊക്കെ 2 മുടി കിട്ടി. അവരത് വളരെ പരിശുദ്ധമായി സൂക്ഷിച്ചു എന്നൊക്കെ ഉണ്ട്. ഈ 1 മുടി 2 മുടി എന്നൊക്കെ പറഞ്ഞത് വേറെന്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഘടകമാണ്. ഈ മുടികൾ സൂക്ഷിച്ചു വെക്കപ്പെട്ട സ്ഥലത്തൊക്കെ ഉള്ളത് ചെറിയ ചെറിയ മുടികളാണ്. ചെറിയ ചെറിയ മുടി പറഞ്ഞാൽ 1/2 ഇഞ്ച്, 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ചൊക്കെ വലിപ്പമുള്ള മുടികളാണ് പല സ്ഥലത്തും ലോകത്ത്. ഉദാഹരണമായി ഇസ്തംബൂളിലെ തോപ്കാപ്പി മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട പല മുടികളുമുണ്ട്. ആ മുടി ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് പലപ്പോഴും. കൈറോവിൽ അസ്ഹറിൻ്റെ അടുത്ത് മസ്ജിദുൽ ഹുസൈനി ഉണ്ട്. മസ്ജിദുൽ ഹുസൈനിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ആസാറും തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ മുടിയുണ്ട്, ചെറിയ മുടിയാണ്. മറ്റു പല സ്ഥലങ്ങളിലും സൂക്ഷിക്കപ്പെട്ട മുടികളൊക്കെ ചെറിയ 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 മുടികളാണ്. അതിന് 1 മുടി 2 മുടിയൊക്കെ ഉണര സ്ഥലത്ത്, കൈറോവിൽ സിറിയയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു പള്ളിയിൽ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ലെബനോണിൽ ഒരു പള്ളിയിൽ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ലത്തീഫിയ വെല്ലൂരിൽ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒക്കെയുള്ള മുടികൾ ചെറിയ 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 മുടികൾ.